ഹായ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം പോകുന്നു. അപ്പോൾ നമുക്ക് വൈകിട്ട് ഇവിടുത്തെ കുറച്ച് അങ്കിൾമാരും അനിമാരെയും പരിചയപ്പെട്ടു കേട്ടാ. ഓ അപ്പം നാം പേര് പേരു ഇവിടുത്തെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാട്ടാ. അപ്പം എന്തായാലും താങ്ക് യു. നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ ഭാഷ അറിയില്ല, അവരുടെ ഭാഷ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഭാഷ പ്രോബ്ലം അത് അവർക്കറിയില്ല, കാരണം നാട്ടിൻ പുറത്താണ്. അപ്പം എന്തായാലും അവരത് കണ്ടു, നമുക്ക് ഇനി കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മോരുമെള്ളം തന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനേ ഇങ്ങനെ സൈക്കിളായിട്ട് ഹൈവേ കൂടെ നിന്നിട്ട് ഹോട്ടലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു അങ്കിള് ഈ നാട്ടിലെ കൃഷിക്കാരനാണ്. അപ്പോൾ ആളെ തന്നെ കൊണ്ടുപോകാൻ സൈക്കിൾ പോകുന്നത്. അപ്പോൾ വേറെ ചേട്ടൻ വഴി ഹിന്ദിയിൽ സംസാരിച്ചു, ഞാൻ ആൾ സംസാരിച്ചു, ആൾ കന്നഡയിൽ ഈ അങ്കിൾ സംസാരിച്ചു. അപ്പോൾ അങ്കിൾ ആളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചേക്കാണ്. അപ്പോൾ നല്ല വീടും സെറ്റപ്പ് കേട്ടോ, വലിയ ഒരു പഴമയുള്ള വർഷങ്ങൾ പഴക്കുന്ന സംഭവമാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്നെ കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ പറയാട്ടാ. അപ്പോൾ കഴികളെ, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അങ്കിളിനെ കൃഷിക്കാരനൊക്കെ വന്ന് കണ്ടില്ലേ ഹൈവേ വെച്ചിട്ട്. അപ്പോൾ ആള് എനിക്ക് ഹോട്ടലൊന്നും കാണാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് ആളുടെ ബാക്കിലാണ് ആളുടെ വീട്, ആളുടെ ഗ്രാമമാട്ടത്. നമ്മുടെ വില്ലേജ് അങ്ങനെ സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അവരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹെബാൽ ഹെബാൽ ഓക്കെ ഓക്കെ. സ്ഥലത്തിന്റെ പേരായിട്ട് പറഞ്ഞു തരണേ. നമുക്ക് സത്യം പറഞ്ഞ് എനിക്ക് കന്നഡ അറിയില്ല, അവർക്ക് മലയാളം അറിയില്ല, ലാംഗ്വേജ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ആംഗ്യ ഭാഷയിൽ സംസാരിച്ചാൽ അവിടെ എത്തിയ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ യാത്രയിൽ നമുക്ക് ആവശ്യം ഭാഷയല്ല, നമുക്ക് പോകാനുള്ള ചങ്കൂറ്റാന്നുള്ളത്. അപ്പൊ അങ്കിളാണ് നമ്മളോട് കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ. അങ്കിളിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു. നമുക്ക് മാത്രമല്ല വെല്ലമോൾക്കും വയറ് നിറച്ച് അവൾക്ക് പാലും ചോറൊക്കെ കൊടുത്ത് വെച്ചൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങാണ്. ഇവിടെ മഴ പെയ്യാൻ പോവാണ്. ഇപ്പോൾ നല്ല കാർമേഘം മൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാണ്. ഇവിടെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർക്ക് പറഞ്ഞു, പക്ഷെ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഭാഷ അറിയുന്നവർക്ക് സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര മുന്നോട്ട് പോട്ടെ. ഓക്കെ ബൈ. എനിക്ക് നിങ്ങളെ ഭാഷ അറിയില്ലേ മക്കളെ? നിങ്ങളെ ഭാഷ ഇതാണ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാനേ കുറെ നേരം കുട്ടികൾ പിന്നാലെ ഓടി വരുന്നു. അത് നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാണ്ട് വിശേഷങ്ങളൊക്കെ പറയാവേ. നോ പ്രോബ്ലം ടച്ചിങ്.